നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടയ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അധികാരത്തിലേറി 5 കൊല്ലമായിട്ടും കർഷകന് ഉപാധിരഹിത പട്ടയം നൽകാൻ LDF സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. ഇടുക്കിയിലെ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി. കട്ടപ്പന നഗരസഭയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം. മുളകരമേട് വാർഡിൽ മത്സരിക്കുന്ന ജയ്മോൻ പുത്തൻപുരയ്ക്കലാണ് മത്സരിക്കുന്ന വാർഡിലെ വോട്ടർ പട്ടികയ്ക്ക് പുറമെ പീരുമേട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പൊതുപ്രവർത്തകൻ ജിതിൻ ഉപ്പുമാക്കൽ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ജില്ലയിൽ കോവിഡ് വ്യാപനത്തിന് കുറവില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും ഉൾപ്പെടെ ഇന്നലെ 274 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 244 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധ. 25 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 148 പേർക്ക് രോഗമുക്തി. വാഗമണിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാൻ നടപടിയില്ലെന്ന് പരാതി. കെട്ടിടം കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ടും അധികൃതർക്ക് നിസ്സംഗത. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 9 നാൾ. തദ്ദേശപ്പോര്. അധികാരത്തിലേറി 5 കൊല്ലമായിട്ടും കർഷകന് ഉപാധിരഹിത പട്ടയം നൽകാൻ LDF സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇടുക്കിയിലെ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന UDF പ്രചാരണ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിലേറി 5 കൊല്ലമായിട്ടും കർഷകന് ഉപാധിരഹിത പട്ടയം നൽകുവാൻ LDF ഗവൺമെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇടുക്കിയിലെ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കാമാക്ഷിയിൽ പറഞ്ഞു. പ്രോത്സാഹിപ്പിക്കാൻ, കാർഷിക മേഖലയിലേക്ക് വന്ന് അത് കൈയടക്കാൻ അവർക്ക് എല്ലാവിധ റെഡ് കാർപ്പറ്റ് വിരിക്കുന്ന നിയമം അതിനെ കർഷകർ എതിർക്കുന്നു. ഈ ആവശ്യങ്ങളെ കുറിച്ച് നിശബ്ദത കാണിക്കുന്നു. അതേസമയം കോർപ്പറേറ്റുകൾക്ക് എന്ത് വിധത്തിലും കൈയടക്കാനുള്ള അവസരം കൊടുക്കുക. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം LDFിലേക്ക് പോയത് വളരെ നിർഭാഗ്യകരമായി പോയി എന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. KM മാണിയെ ഏറ്റവും അധികം ദ്രോഹിച്ച പാർട്ടിയാണ് LDF എന്നും അദ്ദേഹം പറഞ്ഞു. UDF കാമാക്ഷി കുടുംബസംഗമമാണ് നടന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് UDF പാനലിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും സംബന്ധിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, റോയി കെ പോലോസ്, AP ഉസ്മാൻ, MN ഗോപി, EM അഗസ്തി തുടങ്ങിയവർ പങ്കെടുത്തു. തൂക്കുപാലത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയി തോമസ്, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം ഗ്രാമപഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് യോഗം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാമ്പാടുംപാറ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുകേഷ് മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി, മുരിക്കാശ്ശേരി. അഴിമതി നടത്തുവാൻ വേണ്ടി മാത്രം ഭരണത്തിൽ കയറിയ മുന്നണിയാണ് സംസ്ഥാനത്തെ LDF മുന്നണിയെന്ന് PJ ജോസഫ് MLA പറഞ്ഞു. UDF ഇരട്ടിയാർ പള്ളിക്കാനം കൊച്ചുകാമാക്ഷി വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാർ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയിട്ട് ഭരണകാലാവധിയുടെ അവസാനത്തിലെത്തി നിൽക്കുമ്പോഴും ജനങ്ങൾക്ക് വലിയ വാഗ്ദാനം പോലും നൽകുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് PJ ജോസഫ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നിട്ട് 13 ജില്ലകളിലുള്ള അവകാശം ഇവിടെയില്ല. 13 ജില്ലകളിലുള്ള അവകാശം ഇവിടെയില്ല. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 3-1 വാർഡുകളിൽ ഉൾപ്പെട്ട പള്ളിക്കാനം, കൊച്ചുകാമാക്ഷി എന്നിവിടങ്ങളിലെ UDF വാർഡ് കൺവെൻഷനുകളാണ് നടന്നത്. കൺവെൻഷനിൽ ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ സന്നിഹിതരായിരുന്നു. പള്ളിക്കാനത്ത് അയ്യപ്പംപറമ്പിൽ ഭവനാങ്കണത്തിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൊച്ചുകാമാക്ഷയിൽ കണ്ണകത്ത് വീട്ടിൽ വെച്ചാണ് കൺവെൻഷൻ നടത്തിയത്. നേതാക്കളായ തോമസ് പെരുമന, YC സ്റ്റീഫൻ, ജോസ് കുഴിപ്പള്ളി, KT മാത്യു, ബേബി പതിപ്പിള്ളിൽ, റിജി ഇലിപ്പിലിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. സേനാപതിൽ UDFിൽ വിള്ളൽ. വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷം.
UDFിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എങ്ങുമെത്താതെ വന്നതിനെ തുടർന്ന് 1, 11, 12 വാർഡുകളിൽ കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗങ്ങൾ നോമിനേഷൻ സമർപ്പിച്ചിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പിന്നീട് തീരുമാനിച്ചെങ്കിലും വച്ചകാൽ പിന്നോട്ടെടുക്കുവാൻ ഇവർ തയ്യാറായില്ല. പിൻവലിക്കേണ്ട അവസാന ദിവസം പോലും ഒത്തുതീർപ്പിലെത്തുവാൻ കഴിയാതെ വന്നതോടെ മൂവരും മത്സരരംഗത്ത് ഇറങ്ങുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയിലെ 12ാം വാർഡ് അംഗം ജെയിംസ് മത്തായി 1ാം വാർഡിലും 10ാം വാർഡ് അംഗമായിരുന്ന ഡെയ്സി പാറത്താനത്ത് മുൻ പ്രസിഡന്റിനെതിരെ 11ാം വാർഡിലും മുൻപ് 1ാം വാർഡിൽ നിന്ന് ജയിച്ച ഗ്രേസി ജോയി 12ാം വാർഡിലും ഇതോടെ വിമതരായി മാറി. ഇതോടെ DCC ഇടപെട്ട മൂവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കാണിച്ച് നോട്ടീസ് ഇറക്കി. പഞ്ചായത്തിലെ അഴിമതി ചോദ്യം ചെയ്താണ് മുൻ മെമ്പർമാർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. ആ പഞ്ചായത്തിൽ നടന്ന അഴിമതി മൂലം ഇപ്പം UDFിൽ തന്നെ വിള്ളലുണ്ടായിട്ടുണ്ട്. ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോണി പള്ളി രാജിവെച്ച് ആ മുന്നണിയിൽ നിന്ന് തന്നെ രാജിവെച്ച് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് തന്നെ രാജിവെച്ച് ആ വീണ്ടും അഴിമതി കണ്ട് മടുത്തിട്ട് ഇപ്പോൾ അവരുടെ മുന്നണിയിൽ നിന്ന് തന്നെ ജെയിംസ് മത്തായി അതുപോലെ ഡെയ്സി സർമൻ തുടങ്ങിയ ആളുകൾ ആ ഭരണത്തിൽ നിന്നും മടുത്താണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഇത്തരത്തിലുള്ള അഴിമതിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന സ്ഥിതിവിശേഷം. മുന്നണിയുടെ ശക്തമായ ജനകീയ അടിത്തറയും സ്ഥാനാർത്ഥികളുടെ വിപുലമായ വ്യക്തിബന്ധങ്ങളും കൊണ്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ മറികടന്ന് പഞ്ചായത്ത് നിലനിർത്താമെന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. UDFിലെ ഭിന്നത വോട്ടാക്കി മാറ്റി പഞ്ചായത്ത് ഭരണം തിരികെ പിടിക്കുവാനുള്ള നീക്കമാണ് LDF നടത്തുന്നത്. 13 സീറ്റുകൾ ഉള്ളതിൽ 9-ൽ CPM-ഉം 3-ൽ CPI-യുമാണ് മത്സരിക്കുന്നത്. ഇടത് പിന്തുണയുള്ള ഒരു സ്വതന്ത്രയുമുണ്ട്. 8 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി NDAയും ശക്തമായ മത്സര രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പുഷ്പഗിരിയിൽ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകൾ നശിപ്പിച്ചതായി പരാതി. കാമാക്ഷി പഞ്ചായത്ത് 4ാം വാർഡിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഗംഗാധരൻ കാരപ്പാട്ടിന്റെ പ്രചരണ പോസ്റ്ററുകളാണ് രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പുഷ്പഗിരി കൊച്ചുകാമാക്ഷി റോഡരികിൽ സ്ഥാപിച്ച പോസ്റ്ററുകളാണ് വ്യാപകമായി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. കാമാക്ഷി പഞ്ചായത്ത് 4ാം വാർഡിൽ മത്സരിക്കുന്ന ഗംഗാധരൻ കാരപ്പാട്ടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. സിറ്റിയുടെ റോഡിന് സൈഡിൽ ചേർന്ന് ഞങ്ങൾ സ്ഥാപിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഞങ്ങൾ സ്ഥാപിച്ചിരുന്ന ഞങ്ങളുടെ പോസ്റ്ററുകൾ പരാജയ ഭീതി പൂണ്ട ഏതോ സാമൂഹ്യ വിരുദ്ധർ ആ പോസ്റ്റർ മുഴുവൻ വലിച്ചു കീറി കളഞ്ഞിരിക്കുകയാണ്. അത് പിച്ചിപ്പറിച്ച് കളഞ്ഞിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് പോസ്റ്റർ മാത്രമേ പറിച്ചു കളയാൻ കഴിയുള്ളൂ. 4ാം വാർഡിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എങ്ങാരും കുട്ടിയെന്ന് തന്നെ ഇവർക്ക് പറിച്ചു കളയാൻ ഒരിക്കലും കഴിയില്ല. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്കത് ബോധ്യപ്പെടും. പോസ്റ്റർ നശിപ്പിക്കപ്പെട്ടതോടെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. കട്ടപ്പന നഗരസഭയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം. മുളകരമേട് വാർഡിൽ മത്സരിക്കുന്ന ജെയ്മോൻ പുത്തമ്പുരയ്ക്കലാണ് മത്സരിക്കുന്ന വാർഡിലെ വോട്ടർ പട്ടികയ്ക്ക് പുറമെ പീരുമേട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പൊതുപ്രവർത്തകൻ ജിതിൻ ഉപ്പുമാക്കൽ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. കട്ടപ്പന നഗരസഭ 33ാം വാർഡായ മുളകരമേട്ടിൽ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജെയ്മോൻ പുത്തമ്പുരയ്ക്കൽ ജനവിധി തേടുന്നത്. ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇരട്ട വോട്ട് ഉന്നയിച്ച പരാതി ഉയർന്നിരിക്കുന്നത്. മത്സരിക്കുന്ന വാർഡിലെ വോട്ടർ പട്ടികയിലെ പേരിന് പുറമെ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ വുഡ്ലാൻഡ് വാർഡിലുമാണ് ജെയ്മോന്റെ പേര് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയത്. സംഭവത്തിൽ പൊതുപ്രവർത്തകനായ ജിതിൻ ഉപ്പുമാക്കൽ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഒരേ വ്യക്തി വ്യത്യസ്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നത് നിയമവിരുദ്ധവും മുനിസിപ്പാലിറ്റി ആക്ട് 75ാം വകുപ്പിന്റെ ലംഘനവുമാണെന്നും പരാതിക്കാരൻ പറയുന്നു. 2 ഇരട്ട വോട്ടുകളുള്ള ആൾക്ക് നോമിനേഷനിൽ സത്യപ്രതിജ്ഞ ലംഘനമാണ് നിലവിൽ നടന്നിരിക്കുന്നത്. പീരുമേട് പഞ്ചായത്തിൽ വോട്ടുള്ള അദ്ദേഹം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലും ഒരേ സമയം വോട്ട് ചേർക്കുകയും ഇവിടെ മത്സരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമായ ഒരു കാര്യമാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ചാർജുള്ള റിട്ടേണിംഗ് ഓഫീസർ മൂന്നാർ സബ് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കേസുമായിട്ട് കോടതിയെ സമീപിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. 2 വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവാണെന്ന് ജെയ്മോൻ പറഞ്ഞു. പീരുമേട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുവാൻ മുൻപ് അപേക്ഷ നൽകിയിരുന്നതായും സ്ഥാനാർത്ഥി വ്യക്തമാക്കി.
പ്രശാന്ത് രാജുവാണ് ഈ വാർഡിലെ UDF സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി സജീവ് കോട്ടപ്പുഴയ്ക്കലും മത്സരിക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്നലെ 274 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 244 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. 25 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 148 പേർ ഇന്നലെ രോഗമുക്തരായി. കൊളുക്കുമലയിൽ അതിജീവനത്തിന്റെ പുതിയ പുലരി ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തിത്തുടങ്ങി. 8 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ വിലക്ക് നീങ്ങിയപ്പോഴും കൊളുക്കുമലയിലേക്കുള്ള വിലക്ക് തുടർന്നിരുന്നു. ട്രക്കിംഗ് പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവർമാരും രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചത്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി കൊളുക്കുമലയിൽ സൂര്യോദയം കാണുവാൻ എത്തിയത് ചലച്ചിത്ര നിർമ്മാതാവും അഭിനേത്രിയുമായ സാന്ദ്ര തോമസും കുടുംബവുമാണ്. ഭർത്താവ് വിൽസൺ തോമസ്, മക്കളായ ഇമ്മിണി തങ്ക, ഉമ്മുക്കുൽസു, കുടുംബസുഹൃത്ത് ആശിഷ് വർഗീസ് എന്നിവരും സാന്ദ്രയോടൊപ്പം കൊളുക്കുമലയിലെ സൂര്യോദയം കാണുവാൻ എത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഇമ്മിണിത്തങ്കയുടെയും ഉമ്മുക്കുൽസുവിന്റെയും വീഡിയോ ചിത്രീകരണത്തിനാണ് ഇവർ കൊളുക്കുമലയിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. അനധികൃതമായി കടത്തിയ ആറ്റുമണലുമായി പിക്കപ്പ് വാൻ പിടിച്ചു. ഇന്നലെ പുലർച്ചെ 6 മണിക്കാണ് അനധികൃത മണലുമായി വന്ന വാഹനം ഉപ്പുതറ പോലീസ് പിടികൂടിയത്. നാളുകളായി ചെങ്കര ശങ്കരഗിരി ഭാഗത്തുനിന്നും അനധികൃത മണൽക്കടത്തൽ നടക്കുന്നുവെന്ന് ഉപ്പുതറ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. മണൽ വാരൽ നടക്കുന്നത് ഉപ്പുതറ പോലീസിന്റെ അതിർത്തിയിലല്ലെങ്കിലും മണൽ കൊണ്ടുപോകുന്നത് ഉപ്പുതറ പോലീസിന്റെ പരിധിയിലാണ്. ദിവസങ്ങളായി ഉപ്പുതറ CI SM റിയാസിന്റെ നേതൃത്വത്തിൽ മണൽ കടത്തുന്നവരെ പിടികൂടുവാൻ ശ്രമം നടന്നു വരികയായിരുന്നു. എന്നാൽ വെളുപ്പാങ്കാലമായതിനാൽ ഇവരെ പിടികൂടാൻ കഴിയാതെ വന്നു. കുറച്ച് ദിവസത്തെ നിരീക്ഷണത്തെ തുടർന്ന് പുലർച്ചെ 6 മണിക്ക് മഫ്തിയിലെത്തിയ ഉപ്പുതറ പോലീസ് കൊളുന്തുപുരയിൽ വെച്ച് വാഹനം പിടികൂടുകയായിരുന്നു. മൂങ്കലാർ റോബിന്റെ നേതൃത്വത്തിലാണ് അനധികൃതമായി മണൽ നാളുകളായി കടത്തി വരുന്നത്. ചെങ്കര മൂങ്കലാർ നമ്പർ 1 ഡിവിഷൻ HMC ലയം കെന്നഡി ഭാസ്കരൻ പേരിലുള്ള വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനധികൃത മണൽ കടത്തലിനെ കുറിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. വാഗമണ്ണിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാൻ നടപടിയില്ല. കെട്ടിടം കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു. നിരവധി പരാതികൾ ഉയർന്നിട്ടും അനധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. 2,76 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാഗമണ്ണിൽ ടൂറിസം കോംപ്ലക്സ് നിർമ്മിച്ചത്. പ്രവർത്തനം ആരംഭിക്കാത്തതിനെ ചൊല്ലി ആക്ഷേപം രൂക്ഷമായതോടെ പേരിനായി ഉദ്ഘാടനം നടത്തി. എന്നാൽ തുടർന്ന് യാതൊരു നടപടികളും ഉണ്ടായില്ല. നിരവധി മുറികൾ, കോൺഫറൻസ് ഹാൾ, ബാർ, ഹോട്ടലിന് സമാനമായ മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉൾപ്പെട്ടതാണ് ടൂറിസ്റ്റ് കോംപ്ലക്സ്. ദൈനംദിനം വാഗമണിലെത്തുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുക മാത്രമല്ല KTDCക്ക് വരുമാനമുണ്ടാക്കാനും കഴിയുന്ന സംവിധാനമാണ് ഇവിടെ നശിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നശിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ലോകത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അല്ലെങ്കിൽ കേന്ദ്രമാണ് വാഗമൺ. കുറഞ്ഞ ചെലവിൽ സർക്കാരിന്റെ സംവിധാനത്തിൽ താമസിക്കാനും വിശ്രമിക്കാനുമുള്ള താവളമാണിത്. അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വളരെ ഗൗരവമായിട്ട് കാണുന്നില്ല. അതിന്റെ കാരണം വെച്ചാൽ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുകയാണ്. ഏറ്റവും പീരുമേട് താലൂക്കിൽ വൻകിട പ്രമാണിമാരായിട്ടുള്ള സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ധാരാളം റിസോർട്ടുകൾ, അവരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ. പീരുമേട് MLA ബിജിമോളുടെ ഗുരുതരമായ അനാസ്ഥ ഇക്കാര്യത്തിലുണ്ട്. വർഷങ്ങളായി സംരക്ഷണമില്ലാതെ കിടന്ന കെട്ടിടത്തിന് മേൽക്കൂര ഈർപ്പമെടുത്ത് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ജനലും കതകുകളും ദ്രവിച്ചു തുടങ്ങി. ചുറ്റും കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഇവിടം മദ്യപന്മാരുടെ താവളമായി മാറുകയാണ്. സർക്കാർ ഏജൻസിയുടെ ചുമതലയിൽ ഒരു ടൂറിസം കോംപ്ലക്സ് പ്രവർത്തിപ്പിച്ചാൽ വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്ന് മാത്രമല്ല, ഒരു പരിധിവരെ സ്വകാര്യ റിസോർട്ടുകളുടെ ചൂഷണം തടയാനും കഴിയും. ജലലഭ്യത ഇല്ലാത്തതാണ് കോംപ്ലക്സ് പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സമെന്നാണ് വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന വിശദീകരണം. പ്രാദേശിക വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വാഗമൺ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലിന് ചുമതല നൽകുകയോ DTPCക്ക് കെട്ടിട സമുച്ചയം കൈമാറാനോ സംസ്ഥാന ടൂറിസം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. DTPCയോ DMCയോ ശ്രമിച്ചാൽ ജലലഭ്യത ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വാഗമൺ.
2018 മഹാപ്രളയത്തിൽ തകർന്ന ഏലപ്പാറ പഞ്ചായത്തിലെ അരുവിക്കൽ തൂക്കുപാലം പുനർനിർമ്മിക്കാൻ ഇനിയും നടപടിയില്ല. ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന 15ഓളം കുടുംബങ്ങളുടെ 2 വർഷക്കാലമായുള്ള യാത്ര വലിയ ദുരിതത്തിലാണ്. ഏലപ്പാറ പഞ്ചായത്തിലെ അരുവിക്കൽ തോടിന് കുറുകെയുണ്ടായിരുന്ന പാലം തകർന്നിട്ട് 2 വർഷങ്ങൾ പിന്നിടുമ്പോഴും പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല. കരിന്തിരുവി സ്കൂൾ കവലയ്ക്കൽ നിന്നും യാത്ര ചെയ്താൽ വളരെ പെട്ടെന്ന് അരുവിക്കൽ എത്താം. പാലം തകർന്നോടെ ഏലപ്പാറ കരിന്തിരുവി തമ്മിലുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെട്ടത്. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്ര ഇതോടെ വലിയ ദുരിതത്തിലാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നടന്നു പോകാൻ നടപ്പാത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒലിച്ചു പോയി. അത് കഴിഞ്ഞ് ഇത് പുനർനിർമ്മിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പലരും വന്ന് കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് നടപ്പാത ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മരുന്ന് മേടിക്കാൻ പോണ് 2 കിലോമീറ്റർ രീതിയിൽ കിഴക്കോട്ട് നടന്ന് വേണം ഞങ്ങൾക്ക് മെയിൻ റോഡിൽ കയറി ബസ് കയറി പോകാൻ. അതുകൊണ്ട് ദയവായിട്ട് സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്കൊരു നടപ്പാത ഉണ്ടാക്കിത്തരണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. പ്രായമായവരും അസുഖബാധിതരുമായുള്ള ആളുകൾ അധിവസിക്കുന്ന മേഖലയാണ് അരുവിക്കൽ. രോഗമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വളരെ സമയം എടുക്കേണ്ടിയും വരുന്നുണ്ട്. പാലം കടന്നാൽ ഇവിടെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഏലപ്പാറയിലെത്താം. താമസിക്കുന്ന എല്ലാവരും പ്രായമുള്ളവരാണ്. ഒരു മരുന്ന് മേടിക്കാനോ അല്ലാതെ വേറൊരു കാര്യത്തിന് പോകാനോ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരു അസുഖം വന്നാൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വലിയ പ്രയാസമാണ്. ഇവിടെ എല്ലാവരും പ്രായം ചെന്നവരാണ്. നടക്കാൻ കൂടെ മേലാത്തവരിവിടെ ഉണ്ട്. കൂടുതൽ അസുഖക്കാരെ ഇവിടെ ഉള്ളവരെല്ലാവരും. രാത്രികാലങ്ങളിൽ അസുഖം കൂടുന്ന ആളുകളെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. ഞങ്ങൾക്കൊരു പാലം കിട്ടണം, ഞങ്ങൾക്ക് മരുന്നിന് പോകണം, ഞങ്ങൾക്ക് അക്കർ റോഡിൽ കയറണം, എല്ലാം ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് പാലം ഇല്ലാത്തതുകൊണ്ട് ഒരു നിവൃത്തിയില്ല. പാലം തകർന്നതിനെ തുടർന്ന് പല നിവേദനങ്ങൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. പരാതിയുമായി എത്തുമ്പോൾ പാലം മുടൻ നന്നാക്കാമെന്ന് പറയുന്നതല്ലാതെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തിയില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. എസ് മതിയഴകൻ, ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ. വോട്ട് വേണമെങ്കിൽ റോഡ് വേണം. ഉപ്പുതറ മേച്ചേരിക്കട ഈറ്റക്കാനം റോഡ് പതിറ്റാണ്ടുകളായി നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തയ്യാറെടുക്കുന്നു. മാറി മാറി വന്ന ഭരണാധികാരികളിൽ നിന്നും വാഗ്ദാനങ്ങൾ മാത്രം ലഭിച്ച് ഉപ്പുതറ മേച്ചേരിക്കട ഈറ്റക്കാനം റോഡ് പറമ്പിന് സാമ്യമായി തീർന്നു. ആദ്യ കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറയിലെ 50 വർഷത്തിലേറെ കാലമായി 30ലേറെ കുടുംബങ്ങളാണ് ഈ വഴി ആശ്രയിക്കുന്നത്. എന്നാൽ ഏത് ഭരണം വന്നാലും വാഗ്ദാനങ്ങൾക്കപ്പുറം മറ്റൊന്നും അവർ ചെയ്യുന്നില്ലെന്നും ആരോപണങ്ങൾ ഉയരുന്നു. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ. ഈ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന് ആൾക്കാർ വരുന്നുണ്ട്, നേതാക്കന്മാർ വരുന്നുണ്ട്, ഭവന സന്ദർശനം നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങൾ ഇവിടെ ഇത്രയും ആൾക്കാർക്ക് വഴി ഗതാഗത യോഗ്യമല്ലാത്ത ഒരു റോഡാണിത്. ഈ റോഡിന് നമുക്ക് ഈ പ്രാവശ്യം വരുന്ന ഇലക്ഷനിൽ ഞങ്ങൾ ഈ വോട്ട് ആകപ്പാടെ ബഹിഷ്കരിക്കുകയാണെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ. കഴിഞ്ഞ 2 പ്രളയങ്ങളിൽ തകർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തികൾ നാട്ടുകാർ സംയുക്തമായി അറ്റകുറ്റപ്പണികൾ നടത്തുകയാണിപ്പോൾ. ഒരു തരത്തിലും വാഹനങ്ങൾ സഞ്ചരിക്കാത്ത വിധത്തിലാണ് റോഡിന്റെ അവസ്ഥ. റോഡിന്റെ പല ഭാഗങ്ങളും കാൽനടയാത്ര പോലും സാധിക്കാത്ത വിധമാണ്. പ്രായമായവരും കുട്ടികളുമടക്കം യാത്ര ചെയ്യുന്ന വഴിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ല എങ്കിൽ വോട്ട് ബഹിഷ്കരണം മാത്രമല്ല ശക്തമായ പ്രതിഷേധത്തിനും ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അധികാരത്തിലേറി 5 കൊല്ലമായിട്ടും കർഷകന് ഉപാധിരഹിത പട്ടയം നൽകാൻ LDF സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. ഇടുക്കിയിലെ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി. കട്ടപ്പന നഗരസഭയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം. മുളകരമേട് വാർഡിൽ മത്സരിക്കുന്ന ജെയ്മോൻ പുത്തൻപുരയ്ക്കലാണ് മത്സരിക്കുന്ന വാർഡിലെ വോട്ടർ പട്ടികയ്ക്ക് പുറമെ പീരുമേട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പൊതുപ്രവർത്തകൻ ജിതിൻ ഉപ്പുമാക്കൽ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ജില്ലയിൽ കോവിഡ് വ്യാപനത്തിന് കുറവില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും ഉൾപ്പെടെ ഇന്നലെ 274 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 244 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധ. 25 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 148 പേർക്ക് രോഗമുക്തി. വാഗമണിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാൻ നടപടിയില്ലെന്ന് പരാതി. കെട്ടിടം കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ടും അധികൃതർക്ക് നിസ്സംഗത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.